അച്ഛച്ചനും അമ്മച്ചിയും കൂട്ടാൻ എയർപോർട്ടിലോട്ട് പോകുന്ന വഴിക്കാണ് ഇയാൾ റോഡിൽ കിടക്കുന്നത് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയി കിടക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആകെ വിഷമമായി. ഞങ്ങൾ തിരിച്ചു വന്ന് നോക്കിയപ്പോഴാണ് അയാൾ കുടിച്ച് ലക്കില്ലാണ്ടാണ് റോഡിൽ കിടക്കുന്നത്. ജോച്ചായൻ പിന്നെ അയാളെ എടുത്ത് സൈഡിലോട്ട് മാറ്റി. അന്നേരം അയാൾ പൈസ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ കുടിക്കാനായതുകൊണ്ട് മാത്രം ഞങ്ങൾ കൊടുത്തില്ല. അവിടെ നിന്ന് ഞങ്ങൾ നേരെ എയർപോർട്ടിലെത്തി. നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അച്ഛനും അമ്മച്ചിയും ഓൾറെഡി അവിടെ എത്തി. ഞങ്ങൾ അയാളെ സൈഡിലോട്ട് മാറ്റാനുള്ള ടൈമിൽ അവരവിടെ എത്തി ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അച്ഛനാട്ടോ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പിള്ളേർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അച്ഛനും അമ്മച്ചിയും കണ്ടപ്പോഴേക്കും. കണ്ടോ, ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരെത്രത്തോളം ഹാപ്പി ആയി എന്നുള്ളത്. അച്ഛനും അമ്മച്ചിയും വന്ന അതേ ഫ്ലൈറ്റിൽ നമ്മുടെ ഇരവിപുരം MLA ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ മകൻ ഇവിടെ ചണ്ഡീഗഡ് ഒരു കോളേജിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ച് സ്ഥലം എവിടെയാണെന്നും ഒരു ടാക്സിയൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടാട്ടോ ഞങ്ങൾ പോയത്. നമുക്ക് കാണുമ്പം നമ്മുടെ ഒരു നടനുണ്ടല്ലോ, ഞാൻ പേര് മറന്നുപോയി, അയാളുടെ ഒരു ചായ ഇല്ലേ നമ്മുടെ MLA കാണുമ്പം. ഞങ്ങളവിടെ കുറച്ച് നേരം അവരൊക്കെ ആയിട്ട് സംസാരിച്ച് പിന്നെ ഞങ്ങൾ ലഗേജൊക്കെ എടുത്ത് വെച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് വന്നത്. പോരുന്ന വഴിക്ക് നമ്മുടെ സ്ഥിരം സ്ഥലമായ നീലം ഹോസ്പിറ്റലിൽ ഇറങ്ങി അവിടുന്ന് ചായയും കാപ്പിയൊക്കെ കുടിച്ചിട്ടാട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. നമ്മൾ നീലം പോകാത്ത ഒരു ദിവസം ഇല്ല. ഞങ്ങൾ ഇവിടുന്ന് വരുവാണെങ്കിൽ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നീലം ഹോസ്പിറ്റലായിരിക്കും. കാരണം ഞങ്ങൾ അത്രത്തോളം അവിടെ ഞങ്ങൾ പോകാറുണ്ട്, കാപ്പി കുടിക്കാറുണ്ട്. പിള്ളേരാണെങ്കിലും ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. പിള്ളേർക്ക് പിന്നെ ഇനി ആഘോഷമാണല്ലോ, എന്ത് പറഞ്ഞാലും അവർക്ക് സാധിച്ചു കിട്ടുന്ന കുറച്ച് ദിവസങ്ങളാണ് ഇനി മുന്നോട്ടുള്ളത്. അങ്ങനെ അവിടെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയത്. അവിടെ ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് അമ്മച്ചി പിള്ളേർക്ക് മേടിച്ച സാധനങ്ങളൊക്കെ തുറന്ന് കാണിക്കുമായിരുന്നു കേട്ടോ. നോയ്ക്ക് സ്റ്റോറി ബുക്സൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അമ്മച്ചി നോയും കൂടി ഇരുന്ന് കുറേ സ്റ്റോറി വായിക്കും. നോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴാണെങ്കിലും പറയുന്നുണ്ട് നമുക്ക് ട്രിവാൻഡ്രം ചെന്ന് സ്റ്റോറി വായിക്കണം അമ്മച്ചിയോട് കൂടെ ഇരുന്നിട്ടെന്ന്, നമ്മൾ ക്രിസ്മസ് ലീവിന് പോകുമ്പോൾ. അപ്പോൾ പിള്ളേർ മേടിച്ച ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കുകയും അവർ ഒത്തിരി ഹാപ്പി ആവുകയൊക്കെ ചെയ്തു. കാരണം പിള്ളേർക്ക് എന്ത് പുതിയത് വന്നാലും അവർക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. അങ്ങനെ പെട്ടെന്ന് തന്നെ സ്റ്റോറി വായിക്കാനൊക്കെ തുടങ്ങി. അമ്മച്ചി നോക്കുട്ടനെ വായിച്ചു കൊടുക്കുന്നു, അച്ഛൻ ലിയാം കുട്ടനെ വായിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവരൊന്നിച്ച് സ്റ്റോറിയൊക്കെ വായിച്ച് ആ ദിവസം അങ്ങനെ അങ്ങ് കടന്നുപോയി. എന്തായാലും ഞങ്ങളെല്ലാം ഒത്തിരി ഹാപ്പി ആയിരുന്നു അച്ഛനും അമ്മച്ചിയും അങ്ങോട്ട് വന്നപ്പോൾ. ഇനി അങ്ങോട്ടുള്ള ചെറിയ ചെറിയ വീഡിയോകളിലൊക്കെ ഇവരും ഇൻക്ലൂഡഡ് ആയിരിക്കും കേട്ടോ. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.